ഹലോ മച്ചാമാരെ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വാഗമണ്ണുള്ള ട്രിപ്പ് മൗണ്ടിലേക്കാണ്. അപ്പം ട്രിപ്പ് മൗണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്തെ പാർക്കിംഗ് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെല്ലുമ്പോഴാണ് ആ അത്ഭുതം നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ഇങ്ങനൊരു പ്രോപ്പർട്ടി, ഇതിൻ്റെ ആ സ്റ്റെപ്പ് കയറി മേളിൽ വരുമ്പോൾ ഇങ്ങനൊരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് ആരും കരുതത്തില്ല. അത്രയ്ക്കൊരു അത്ഭുതമാണ് അവിടെ തീർത്ത് വെച്ചിരിക്കുന്നത്. ഏകദേശം 4 കോട്ടേജ് പ്ലസ് ടീ ലോഞ്ചാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ടീ ലോഞ്ചിൻ്റെ അകത്ത് മൊത്തത്തിലൊരു പൂളാണുള്ളത്. അപ്പോൾ അത് നല്ലൊരു സ്വിമ്മിംഗ് പൂളാണ്. അപ്പം കയറി വരുമ്പോൾ വലത്തെ സൈഡിലോട്ട് മാറി തന്നെയാണ് ബാത്റൂം, നല്ല ലക്ഷറി ബാത്റൂമും തരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓരോ കോട്ടേജിനും ഓരോ പേരാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഷാങ്കൈ, നൈറോബി എന്നൊക്കെ പറഞ്ഞ് പലതരം പേരുകളാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് വാഗമണിൻ്റെ സൗന്ദര്യം ഒപ്പിയെടുക്കാനായിട്ട് വലിയൊരു മലമുകൾ ഇവർ ഈ ഒരു പ്രോപ്പർട്ടി ആക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നല്ല ഹൈറ്റുള്ള ഒരു മല നമുക്ക് വാഗമണിൽ ഇവിടെ കിടന്നുകൊണ്ട് കാണാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. അപ്പം ഇവിടെ നല്ലൊരു ബാൽക്കണി തരുന്നുണ്ട്. അതുപോലെ മേളത്തെ നിലയിൽ 2 ബാൽക്കണി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഔട്ടിങ്ങായിട്ട് നമുക്ക് ജസ്റ്റ് ഔട്ട്പാട്ടായിട്ട് ഇരുന്ന് നമുക്ക് ചായ കുടിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ TV വിത്ത് നെറ്റ്ഫ്ലിക്സ്, പ്രൈം എല്ലാം അവർ റീചാർജ്ഡാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ചാനൽസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ 107, 108, 9 ഈ പറയുന്ന 3 നമ്പറുകളാണ് ഇവിടെ സൗകര്യമായിട്ടുള്ളത്. ഹൗസ് കീപ്പിംഗ്, റെസ്റ്റോറൻറ്റ്, പിന്നെ നമ്മളുടെ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കാനായിട്ട്, റിസപ്ഷന് വിളിക്കാനായിട്ട് 9-ാം നമ്പറാണ് വന്നിരിക്കുന്നത്. എല്ലാം കൊണ്ടും നല്ലൊരു റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സ്വിമ്മിംഗ് പൂള് ഇപ്പോൾ നല്ല വൈകുന്നേരം ഞങ്ങൾ ഏകദേശം ഒരു 3 മണി ആയപ്പോഴാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ആകെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി സ്വിമ്മിംഗ് പൂളിലോട്ടൊക്കെ ഇറങ്ങാനായിട്ടിരിക്കുകയാണ്. പക്ഷേ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നിയത് ഈ ഒരു മലങ്കുന്ന് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ ആക്കിയെടുത്തത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും അത്ഭുതം തോന്നിപ്പോയി. എനിവേ അടിപൊളി സ്ഥലം കേട്ടോ. നമുക്ക് വർത്താണ്, നമ്മൾ മുടക്കിയിരിക്കുന്ന ക്യാഷിന് വർത്താണെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും 2 ദിവസമൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. മുകളിലും അവരൊരു ബെഡ് തരുന്നുണ്ട് കിടക്കാനായിട്ട്. അങ്ങനെ ട്രിപ്പിൾ മൗണ്ട് വാഗമൺ കൊള്ളാം. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ പുതിയ റിസോർട്ട്സിൻ്റെ മേളമാണല്ലോ. റിസോർട്ട്സും ഹോം സ്റ്റേസിൻ്റെ മേളമാണ് ഈ വാഗമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കുന്നൊക്കെ കാണുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു സ്മൂത്ത്നെസ് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ ട്രിപ്പ് ഹരമാക്കാനായിട്ട് ഏറ്റവും സൂപ്പർ ഒരു സ്ഥലമാണ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ടും. അത് ഏകദേശം സെലിബ്രിറ്റീസ് കുറേ പേരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ട്രിപ്പ് മൗണ്ട് എന്ന് പറയുന്ന ഈ റിസോർട്ടിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ബുക്ക് ചെയ്യുന്നവർ ട്രിപ്പ് മൗണ്ട് റിസോർട്ടുകൾ ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് നഷ്ടമില്ലെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കാണുന്ന ആ ഒരു പ്രോപ്പർട്ടി എല്ലാം മുകളിലോട്ട് കയറി വരുമ്പോഴത്തേക്കും, അപ്പോൾ അതാണ് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, അകത്ത് കയറുമ്പോഴേ അറിയത്തുള്ളൂ അതിൻ്റെ വിശാലത എന്ന് പറയുന്ന മാതിരിയാണ് ഈ ട്രിപ്പ് മൗണ്ട് റിസോർട്ടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എനിവേ സൂപ്പറാണ് കേട്ടോ. ഓക്കെ.